ഫ്രണ്ട്സ്, നമ്മുടെ കുടുംബശ്രീയുടെ വിവിധ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഒരാഴ്ച മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മുൻപ് നമ്മുടെ ചാനലിൽ നമ്മളത് ചെയ്ത വീഡിയോ ആണ് ജസ്റ്റ് കാണിക്കാൻ നിങ്ങൾക്ക് കുടുംബശ്രീ നിങ്ങൾക്കൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം വെറും 3 നോട്ടിഫിക്കേഷനായിട്ട് വന്നിരുന്നത്. ആ 3 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ ജില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്കൂടെ കാണാം, ഇടുക്കി, കോട്ടയം, കാസർഗോഡ് മാത്രമായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ബേസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ വേറെ ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളൊന്നും പ്രത്യേകം അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. അതത് ജില്ലകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊന്നും കുറിച്ചിട്ട് അതിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ആ വീഡിയോ ചെയ്തത്. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് അതത് ജില്ല, നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ നിങ്ങൾ താമസിക്കുന്നത് വെച്ചാൽ ആ ജില്ലയിലേക്ക് തന്നെ നിരവധി വേക്കൻസികളുണ്ട്. എനിക്ക് തോന്നുന്നു 2000-ന് മുകളിലൊക്കെ ടോട്ടൽ വേക്കൻസികൾ വരുന്നത്. ഓക്കെ, ചില ജില്ലയിൽ 900-ന് മുകളിലൊക്കെ വേക്കൻസി ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പത്തനംതിട്ടക്കാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കി കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 941 വേക്കൻസി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ബിരുദം ഉണ്ടായിരിക്കുക, കമ്പ്യൂട്ടറിൽ ആ ഒരു പരിജ്ഞാനം, അതായത് ജസ്റ്റ് കമ്പ്യൂട്ടറൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കുന്ന കണ്ടീഷനേ ഉള്ളൂ. 25 മുതൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 10,000 രൂപയാണ് സാലറിയൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഓരോ ജില്ലക്കും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ സൈഡിലേക്കായിരിക്കും നിങ്ങൾ വരിക. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഫോമിൻ്റെ കാര്യങ്ങളും അതിലേക്ക് DD അടിക്കേണ്ട കാര്യങ്ങൾ, ഫീ അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ 3 ജില്ലയെ ആസ്പദമാക്കി, അതായത് ഇടുക്കി, കോട്ടയം, കാസർഗോഡിനെ ആസ്പദമാക്കി മാത്രം ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൻ്റെ മലയാളത്തിലാണ് എല്ലാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ കോമൺ ആയിട്ടുള്ള ഡൗട്ട് എനിക്ക് തോന്നുന്നു, കുടുംബശ്രീയിൽ അംഗത്തുള്ളവർക്ക് മാത്രമാണോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ പറയുന്നില്ല. പക്ഷേ അംഗത്വം അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും യൂണിറ്റുകളിലൊക്കെ അംഗത്തുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവർക്കൊരു മുൻഗണന, ഒരു വെയിറ്റേജ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതത് അതോറിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ വാങ്ങണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയൽക്കൂട്ടംഗം, കുടുംബാംഗം, ഓക്സിലറി ഗ്രൂപ്പാംഗം എന്നതിനൊക്കെയുള്ള പ്രൂഫായിട്ട് നമുക്ക് അർഹതപ്പെട്ട അപേക്ഷയാണെന്ന് നമ്മൾ ഈ പറയുന്ന CDSൻ്റെ സാക്ഷ്യപത്രം ഇതിൻ്റെ കൂടെ വെക്കണം. അതൊക്കെ നിങ്ങൾ കുടുംബശ്രീയുമായി ഒന്ന് ബന്ധപ്പെട്ടൊക്കെ നോക്കിയാൽ കുറച്ചും പാടെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഓരോ ജില്ലയിലേക്കും അപ്ലൈ ചെയ്യേണ്ടത് ഓരോരോ ജില്ലയുടെ എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന അഡ്രസ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പത്തനംതിട്ട ആണെങ്കിൽ പത്തനംതിട്ട പിൻകോഡ് സൈതുള്ള അഡ്രസ്സാണ്. അപ്പോൾ അതെല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കോഴിക്കോട് എടുത്ത് കാണിക്കുക. അതിപ്പോൾ കോഴിക്കോടാണ്. ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇത് മുഴുവൻ വായിക്കുക. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഫോമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോം എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഞാനിത് ആ ഫോം, ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കോമൺ ആപ്ലിക്കേഷൻ ഫോമാണ് വരുന്നത്. ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് സെപ്പറേറ്റ് എടുത്ത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക, അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ സൈറ്റിൽ അറ്റാച്ച് ചെയ്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ വീണ്ടും ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. കാരണം ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓരോന്നിൻ്റെയും പല ഡേറ്റാണ്. 12, അതായത് സെപ്റ്റംബർ 12 ഇപ്പം തൃശ്ശൂരിൽ വന്നിരിക്കുന്നത്. എറണാകുളം ആണെങ്കിൽ ഇവിടെ നിൽക്കണം സെപ്റ്റംബർ 12 ലാസ്റ്റ് ഡേറ്റ്. ഇനി ആലപ്പുഴ ആണെങ്കിൽ സെപ്റ്റംബർ 13. ബാക്കിയൊക്കെ അധികവും 13 കേട്ടോ കാണിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏത് ജില്ലയിലാണോ നമ്മൾ താമസിക്കുന്നത് വെച്ചാൽ അതത് ജില്ലയിലേക്ക് തന്നെ മാക്സിമം കൊടുക്കാൻ നോക്കുക. ഇനി മുൻപ് കൊടുത്തവർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. കാരണം നമ്മളവിടെ പോയി ആ ജില്ല കേന്ദ്രീകരിച്ചുള്ള വർക്ക് ആയതുകൊണ്ടാണ് ഒരു ഉദ്ദേശം. പക്ഷേ നമുക്ക് നോട്ടിഫിക്കേഷനിൽ അങ്ങനെ ആ ജില്ലക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ അത് ഉറപ്പായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ ആയിരിക്കാം എന്നുള്ളത് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് തരാം. അതായത് നമ്മുടെ കുടുംബശ്രീയുടെ ഓരോന്ന് എടുത്ത് നോക്കുക. നിങ്ങൾ ഓരോന്നിൻ്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കാം. ഏത് ജില്ലയിലാണോ നിങ്ങൾ താമസിക്കുന്നത് നിങ്ങളുടെ ജില്ല നോക്കാം. ഓരോ ജില്ല നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഓക്കെ, പത്തനംതിട്ട, കണ്ണൂർ, ഇതൊക്കെ ഓരോ ഡിസ്ട്രിക്ട് വൈസ്. മലപ്പുറം, കൊല്ലം, പിന്നെ നിങ്ങൾക്കൂടെ കാണാം ട്രിവാൻഡ്രം കാണാം, വയനാട് കാണാം, ഓക്കെ, കാസർഗോഡ് കാണാം, കോട്ടയം കാണാം, എല്ലാത്തിൻ്റെ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ ചിലതിൻ്റെയൊക്കെ സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിലബസ് ഒക്കെ കോമൺ തന്നെ ആയിരിക്കും എല്ലാത്തിനും. ഇപ്പോൾ ക്ലിക്ക് ഡൗൺലോഡ് സിലബസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയൊക്കെ ലഭിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. പാലക്കാട് ഉണ്ട്, ദെൻ ഇടുക്കി ഉണ്ട്, അങ്ങനെ ഓരോന്നിൻ്റെ നിങ്ങൾ നോക്കുക. ഓരോന്നിൻ്റെ താഴത്തിൽ ലിങ്ക് ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഇനി ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം കേട്ടോ.
ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ താഴത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇടുക്കിയുടെയും കോട്ടയം കാസർഗോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ 3 അന്ന് വന്നിരുന്നത് അത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിലേക്ക് പോകണമെങ്കിൽ നോ മോർ എന്നുള്ള ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുടുംബശ്രീയുടെ കരിയർ പേജിലേക്കാണ് പോവുക. ഇവിടെ നിങ്ങൾക്ക് ഓരോ ഡിസ്ട്രിക്റ്റിനെയും ഞാൻ ഇപ്പോൾ കാണിച്ച സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം മുഴുവൻ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട്, കാരണം നമ്മൾ ആ വീഡിയോ അന്ന് ചെയ്തപ്പോൾ 3 എണ്ണമായിരുന്നു. പിന്നീട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു, അത് പെട്ടെന്ന് എന്താ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഡിലേ ആയിപ്പോയതാണ്. അപ്പം നിങ്ങളായിരിക്കും ലാസ്റ്റ് ഡേറ്റിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ നമുക്ക് വിചാരിച്ചാൽ 2 ദിവസം തന്നെ മതി അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ട്, കുറച്ച് തിരക്കുകൾ ഉണ്ടായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലതിന് 3 ദിവസം കിട്ടുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് 10 സെപ്റ്റംബർ ആണ്. എങ്കിലും മാക്സിമം ഒരു ദിവസം തന്നെ മതി നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. എല്ലാ ഡോക്യുമെൻറ്റ്സൊക്കെ പെട്ടെന്ന് എടുത്ത് നമുക്ക് വേഗം പോസ്റ്റലായിട്ടോ ഇനി അല്ല അവിടെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു.